ഹലോ ഫ്രണ്ട്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സിലേക്ക് നമുക്ക് പോകാം. സ്റ്റാഫ് നഴ്സ് കേരള PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് ആണ്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. നമുക്ക് പലതരം ഇൻഫെക്ഷൻ ഉണ്ട്. ഇൻഫെക്ഷൻസിനെ പറ്റി നോക്കാം. ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് ആർ ഇൻഫെക്ഷൻസ് ദാറ്റ് ഒക്കർ more frequently and are more severe in people with weakened immune system, including people with HIV. For opportunistic infection എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ഇമ്മ്യൂൺ സിസ്റ്റം വളരെ വീക്ക് ആയിട്ടുള്ള ആളുകളിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ. അത് സാധാരണ നമ്മൾ എയ്ഡ്സിന്റെ കേസിൽ കേൾക്കുന്നതാണ്. പീപ്പിൾ വിത്ത് HIV, ടോക്സോപ്ലാസ്മോസിസ്, കാൻഡിഡയാസിസ് ആൻഡ് കാപ്പോസിസ് സാർക്കോമ are the examples of opportunistic infections. These infections that occur more frequently and are more severe in people with weakened immune system. HIV-ലുള്ള opportunistic infection ഏതാണെന്ന് ചോദിച്ചാൽ ടോക്സോപ്ലാസ്മോസിസ്, കാൻഡിഡയാസിസ്, കാപ്പോസിസ് സാർക്കോമ. A hospital acquired infection also known as nosocomial infection. Nosocomial infection എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ടൈമിൽ ഉണ്ടായില്ല, ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ചെയ്തിട്ട് ഡിസ്ചാർജ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഡ്യൂറിങ് അഡ്മിഷൻ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഇറ്റ്സ് ആൻ ഇൻഫെക്ഷൻ ദാറ്റ് ഈസ് അക്വയർഡ് ഇൻ എ ഹോസ്പിറ്റൽ ഓർ അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. എക്സാമ്പിൾസ് ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ആർ catheter associated urinary tract infections, ventilator associated pneumonia, methicillin resistant staphylococcus aureus. ഇപ്പൊ എക്സാമ്പിൾ ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഇപ്പൊ catheter associated UTI, അതുപോലെ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ, മെത്തിസിലിൻ റെസിസ്റ്റന്റ് സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, അതായത് MRSA പോസിറ്റീവ് എന്നൊക്കെ പറയില്ല, അത് തന്നെ. Then iatrogenic infection was defined as an infection after medical or surgical management. അതായത് ഹോസ്പിറ്റലിലുള്ള എന്തെങ്കിലും ഒരു മെഡിക്കൽ സർജിക്കൽ മാനേജ്മെന്റ് ചെയ്തതിനു ശേഷം പേഷ്യന്റിന് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് iatrogenic ഇൻഫെക്ഷൻ. Whether or not the patient was hospitalized. ഇപ്പൊ ഹോസ്പിറ്റലില് ഇപ്പം അഡ്മിറ്റ് ആവണമെന്നില്ല, OPയിൽ പോയി കണ്ടുപോകുന്ന പേഷ്യൻസ് ആണെങ്കിലും അവിടെ വെച്ചുള്ള എന്തെങ്കിലും ഒരു മാനേജ്മെന്റ്, ഫിസിഷ്യൻ ഇൻഡ്യൂസ്ഡ് ഇൻഫെക്ഷൻ എന്നാണ് പറയുക. iatrogenic ഇൻഫെക്ഷനെ ഫിസിഷ്യൻ ഇൻഡ്യൂസ്ഡ് ഇൻഫെക്ഷൻ. അപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റേഡിയേഷൻ ഓർ കീമോ എഫക്ട്സ് ആസ് ഹെയർ ലോസ്, ഹിമോലജിക് അനീമിയ, ഡയബറ്റീസ് ഇൻസിപ്പിഡസ്, വോമിറ്റിംഗ്, നോസിയ ആൻഡ് ബ്രെയിൻ ഡാമേജ്. അപ്പോൾ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി ചെയ്തതിന് ശേഷമുള്ള എഫക്ട്സ്, സൈഡ് ഇഫക്ട്സ്, അത് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷമുള്ള സൈഡ് ഇഫക്ട്സ് ആണ്. അങ്ങനെ ഏതെങ്കിലും ഒരു സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ള സൈഡ് ഇഫക്ട്സ് ആകാം, മെഡിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും മെഡിസിൻ കൊടുക്കുന്നതിന് ശേഷം ഉള്ള സൈഡ് ഇഫക്ട്സ് ആകാം. അതൊക്കെ iatrogenic ഇൻഫെക്ഷനിൽ വരുന്നതാണ്. സോ നെക്സ്റ്റ് സ്ലൈഡ്. എപ്പിസൂട്ടിക്, that means outbreak of disease in animal population. Outbreak of a disease in animal population is called episodic. Epornithic, that means outbreak of disease in a bird population. Epornithic means outbreak of disease in a bird population. What is primary case? Primary case is the first case of communicable disease. Primary case is the first case of communicable disease. ഇപ്പൊ കൊറോണ ഡിസീസ് വന്ന, കൊറോണ ആദ്യം അഫക്ട് ചെയ്യുന്ന വ്യക്തിയാണ് പ്രൈമറി കേസ്. ഇൻഡെക്സ് കേസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കേസ് റിപ്പോർട്ടഡ് ടു ഹെൽത്ത് സിസ്റ്റം. ഏത് കേസാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്, ഹോസ്പിറ്റലിൽ ആദ്യം എത്തുന്നത്, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കർ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്ന കേസ് ഏതാണ്, അതാണ് ഇൻഡെക്സ് കേസ്. പലപ്പോഴും പ്രൈമറി കേസ് പിന്നീട് ആണ് അറിയുന്നത്. ഇൻഡെക്സ് കേസ് ആണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യം അറിയുന്ന കേസാണ് ഇൻഡെക്സ് കേസ്. വാട്ട് ഈസ് എലിജിബിൾ കപ്പിൾ? എ കറന്റ്ലി മാരീഡ് കപ്പിൾ വിത്ത് വൈഫ് ഇൻ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് 15 to 45 years. എലിജിബിൾ കപ്പിൾ എന്ന് പറയുമ്പോൾ എ കറന്റ്ലി മാരീഡ് കപ്പിൾ വിത്ത് വൈഫ് ഇൻ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് 15 to 45 years. Most important universally accepted indicator of health status of a community or country is IMR. Infant mortality rate is the most important universally accepted indicator of health status of a community or country. India's infant mortality rate at 32 per 1000 live births. ഇന്ത്യയുടെ infant mortality rate 32 per 1000 live birth ആണ്.
32 കുട്ടികൾ, 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 32 കുട്ടികൾക്ക് മോർട്ടാലിറ്റി ഉണ്ടാകുന്നു. കേരള ഇൻ സിംഗിൾ ഡിജിറ്റ്സ് വിത്ത് 7 ഡെത്ത്സ് പെർ 1000 ലീവർ. കേരള ഏറ്റവും കുറവ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഉള്ള സ്റ്റേറ്റ് ആണ്, 7 ഡെത്ത് പെർ 1000 ലീവർ. ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ടു അസസ് MCH സർവീസസ്, ദാറ്റ് ഈസ് MMR. ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ടു അസസ് maternal and child health services, that is maternal mortality rate or MMR. Then disease cycles, there are 6 stages of disease cycles. 6 സ്റ്റേജിലൂടെയാണ് ഡിസീസ് പോകുന്നത്. ഒരു സ്റ്റേജ് ഡിസീസിന്റെ സൈക്കിൾ ആണ്, 6 സ്റ്റേജ് ആണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡിസീസ് സൈക്കിൾ ഏതാന്ന് ചോദിക്കും, സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡിസീസ് സൈക്കിൾ ഏതാന്ന് ചോദിക്കും. അപ്പൊ അതിന്റെ ഓർഡർ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഇൻക്യുബേഷൻ പീരീഡ്, ദെൻ പ്രൊഡ്രോമൽ പീരീഡ്, ഫാസ്റ്റിജിയം, ഡെഫർവസൻസ്, കൺവാസൻസ്, ഡിഫെക്ഷൻ. ഇത് നിങ്ങൾ ഓർത്തിരിക്കുക, മൊത്തം ഒന്ന് പഠിച്ചു നോക്കുക. ഏതെങ്കിലും ഒരു കോഡ് നിങ്ങൾ സ്വന്തം ഇട്ടിട്ടെങ്കിലും സ്റ്റേജ് ഓർഡറിൽ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ occurs in an acute disease after the initial entry of the pathogen into the host. Host means patient until the first symptoms develop. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് പാത്തോജൻ കയറിയത് മുതൽ നമുക്ക് ഏതെങ്കിലും ഒരു സിംറ്റം ഉണ്ടാകുന്ന ആ ഒരു സ്റ്റേജ് വരെയുള്ള അവസ്ഥയാണ് ഇൻക്യുബേഷൻ പീരീഡ്. occurs in an acute disease after the initial entry of the pathogen into the host until the first symptoms develop. സിംറ്റംസ് ഡെവലപ്പ് ചെയ്യണമെന്നില്ല, പാത്തോജൻ കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇൻക്യുബേഷൻ പീരീഡ് ആയി. നെക്സ്റ്റ് സൈക്കിൾ ആണ് പ്രൊഡ്രോമൽ പീരീഡ്. occurs after the incubation period. During this phase, the pathogen continues to multiply and the host begins to experience general signs and symptoms of illness. അപ്പം പാത്തോജൻ മൾട്ടിപ്ലൈ ചെയ്യുന്ന പീരീഡ് ആണ് പ്രൊഡ്രോമൽ പീരീഡ്. അപ്പൊ ഈ പീരീഡിൽ സൈൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും പേഷ്യൻസിന്. So that is prodromal period. Fastigium, the highest point of a fever or disease, the period of greatest development of an infection. Fastigium ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അസുഖം അല്ലെങ്കിൽ പനിയാണെങ്കിൽ പനി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സ്റ്റേജ് ആണ് ഫാസ്റ്റിജിയം. ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സ്റ്റേജ് ആണ് ഫാസ്റ്റിജിയം. ചിലപ്പോൾ ചോദിക്കാം, the highest point of fever or disease, the period greatest development of an infection is called fastigium. Then fourth stage ആണ് defervescence, the subsidence of a fever or disease. അപ്പോൾ അസുഖം കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് defervescence. The subsidence of a fever or disease is called defervescence. ചെറിയൊരു കുറവ് കണ്ടു, അസുഖത്തിന് ചെറിയൊരു കുറവ് കണ്ടു, അതാണ് defervescence. Then convalescence is the gradual recovery of health. അപ്പം റിക്കവർ ചെയ്തു വരുന്ന അവസ്ഥയാണ് convalescence. ആഫ്റ്റർ ഇൽനസ് ഓർ ഇഞ്ചുറി, എന്തെങ്കിലും ഒരു അസുഖം വന്നതിന് ശേഷം അസുഖം കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് കൺവാലസൻസ് സ്റ്റേജ്. ഇറ്റ് റിവേഴ്സ് ടു ദ ലേറ്റർ സ്റ്റേജ് ഓഫ് ഇൻഫെക്ഷസ് ഡിസീസ് ഓർ ഇൽനസ്. അപ്പൊ 5ാമത്തെ സ്റ്റേജ് ആണ് കൺവാലസൻസ്, അസുഖം മെല്ലെ കുറഞ്ഞു വരുന്ന അവസ്ഥയാണ്. ദെൻ ഡിഫെക്ഷൻ സ്റ്റേജ്, ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഡിസീസ് സൈക്കിൾ ഏതെന്ന് ചോദിച്ചാൽ ഡിഫെക്ഷൻ ആണ്. വിച്ച് ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഡിസീസ് സൈക്കിൾ, ഡിഫെക്ഷൻ. ഫസ്റ്റ് സ്റ്റേജ് ഏതാണ്, ഇൻക്യുബേഷൻ പീരീഡ്. ഇപ്പൊ ഡിഫെക്ഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് കംപ്ലീറ്റ്ലി റിക്കവർ ഫ്രം ഇൽനസ്, പൂർണ്ണമായിട്ട് അസുഖത്തിൽ നിന്ന് മുക്തമായി ആകുന്ന അവസ്ഥയാണ് ഡിഫെക്ഷൻ. ഡിഫെക്ഷൻ മീൻസ് പേഷ്യന്റ് കംപ്ലീറ്റ്ലി റിക്കവർ ഫ്രം ദ ഇൽനസ്. Then next slide, the air in Earth's atmosphere is made up of approximately 78% nitrogen and 21% oxygen and 0.04% carbon dioxide. ഇതൊക്കെ നേരത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പോയിന്റ്സ് ആണ് ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. The air in Earth's atmosphere is made up of approximately 78% nitrogen and 21% oxygen and 0.04% carbon dioxide. The Underfy Clinic is represented by traditional logo of a triangle with 4 internal triangles and an outer enveloping triangle. ഇവിടെ നിങ്ങൾക്ക് കണ്ടറിയാം, സിമ്പിൾ ഓഫ് അണ്ടർഫൈവ് ക്ലിനിക് എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾ ആണ്. So there will be an outer triangle also, a triangle with 4 internal triangle and an outer enveloping triangle. That is a symbol of Underfy Clinic. ഇതിൽ തന്നെ care in illness, growth monitoring and preventive care. What are the 3 important factors including
അണ്ടർ 5 ക്ലിനിക് എന്ന് ചോദിച്ചാൽ കെയർ ഇൻ ഇൽനസ്, ഗ്രോത്ത് മോണിറ്ററിംഗ് ആൻഡ് പ്രിവെന്റീവ് കെയർ. ഏതൊക്കെയാണ്? കെയർ ഇൻ ഇൽനസ്, ഗ്രോത്ത് മോണിറ്ററിംഗ്, പ്രിവെന്റീവ് കെയർ. കെയർ ഇൻ ഇൽനസ്, that means the usual illnesses encountered in children under 5 are fever, diarrhea, ARI, infections of the skin and helminthiasis. അപ്പോൾ യൂഷ്വൽ ആയിട്ടുള്ള പ്രോബ്ലം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീവർ, ഡയറിയ, ARI, ഇൻഫെക്ഷൻ ഓഫ് ദ സ്കിൻ ആൻഡ് ഹെൽമിന്തിയാസിസ്. ഹെൽമിന്തിയാസിസ് എന്ന് പറയുമ്പോൾ പാരസൈറ്റിക് ഇൻഫെക്ഷൻ ഓഫ് ദ ഇൻറ്റസ്റ്റൈൻ ആണ്. ദ ഗ്രോത്ത് മോണിറ്ററിംഗ് എന്ന് പറയുമ്പോൾ ചൈൽഡ് ഈസ് വെയ്ഡ് പീരിയോഡിക്കലി every month during the first year, every second monthly from 1 to 3 years of age. ഗ്രോത്ത് മോണിറ്റർ ചെയ്യണം, ചൈൽഡിന്റെ വെയിറ്റ് നോക്കണം പീരിയോഡിക്കലി every month during the first year, then every second monthly from 1 to 3 years of age. Then preventive care, this involves primarily the immunization. Preventive care എന്ന് പറയുമ്പോൾ immunization തന്നെയാണ്. Services during first 5 years of life, vitamin A supplementation and administration of iron supplementation and anthelmintic treatment to prevent anemia. So anthelmintic treatment anthelmintic problem ഉണ്ടാകുമ്പോൾ ഗ്രൂപ്പ് ഓഫ് ആന്റി പാരസൈറ്റിക് ഡ്രഗ്സ് നമുക്ക് ഉപയോഗിക്കാം. ഗ്രൂപ്പ് ഓഫ് ആന്റി പാരസൈറ്റിക് ഡ്രഗ് ഉപയോഗിക്കാം. പാരസൈറ്റിക് ഇൻഫെക്ഷൻ തടയുന്നതിന് വേണ്ടിയാണ് anthelmintic ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. നാഷണൽ ഫൈലേറിയ കൺട്രോൾ പ്രോഗ്രാം NFCP was launched in the country in 1955. Annual single dose co-administration of 2 drugs, ivermectin plus diethyl carbamazine DEC or albendazole, reduces blood microfilaria by 99% for a full year while a single dose of one drug. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്താണ് ഇയർ ഒക്കെ. ചിലപ്പോൾ ചില ആൾക്ക് സംശയം തോന്നും. ഇപ്പൊ 1955 ആണ് നാഷണൽ ഫൈലേറിയ കൺട്രോൾ പ്രോഗ്രാം കൺട്രിയിൽ ലോഞ്ച് ചെയ്ത് 1955 അപ്പൊ എന്തൊക്കെ ടാബ്ലറ്റ് ആണ് നമ്മൾ ഫൈലേറിയക്ക് കൊടുക്കുന്നത്? ആനുവൽ സിംഗിൾ ഡോസ് കോ അഡ്മിനിസ്ട്രേഷൻ ഓഫ് 2 ഡ്രഗ്സ്. 2 ഡ്രഗ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാറുണ്ട്. ആനുവൽ സിംഗിൾ ഡോസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ഇവർമെക്റ്റിൻ, ഡൈഇഥൈൽ കാർബമസിൻ ഓർ ആൽബൻഡസോൾ. അപ്പോൾ ഇവർമെക്റ്റിൻ എന്തായാലും ഉണ്ടാവും, അത് കൂടാതെ ഡൈഇഥൈൽ കാർബമസിൻ ഓർ ആൽബൻഡസോൾ. ഈ ഡ്രഗിന്റെ 2 ഡ്രഗും പഠിച്ചു വെക്കുക. reduces microfilaria by 99% for a full year while a single dose of one drug. Then Kartar Singh Committee 1973 Kartar Singh Committee. നിങ്ങൾ ഇമ്പോർട്ടന്റ് ഇയർ വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഇയറുകൾ ഞാൻ ഓരോ വീഡിയോയിലും കുറച്ച് തരാം. ഇയറുകൾ നിങ്ങൾ ഒന്നിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ തരുന്നത്. കർത്താർ സിംഗ് കമ്മിറ്റി 1973 That is Committee on Multi-Purpose Workers under Health and Family Planning. അപ്പോൾ കമ്മിറ്റി ഓൺ മൾട്ടി-പർപ്പസ് വർക്കേഴ്സ് അണ്ടർ ഫാമിലി പ്ലാനിങ് ആണെന്ന് ചോദിച്ചാൽ കർത്താർ സിംഗ് കമ്മിറ്റിയാണ്. 1973 ഇത് ഡെവലപ്പ് ആയത്. കർത്താർ സിംഗ് കമ്മിറ്റി പറയുന്നത് ഒരു PHC ഉണ്ടായിരിക്കണം. 50,000 പോപ്പുലേഷൻ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു PHC ഉണ്ടായിരിക്കണം എന്ന് കർത്താർ സിംഗ് കമ്മിറ്റിയാണ് പറഞ്ഞത്. അപ്പൊ അതുപോലെ ഒരു PSCയിൽ 16 സബ് സെന്റേഴ്സ് ഉണ്ടാവും. ഒരു PSCയിൽ 16 സബ് സെന്റേഴ്സ് ഉണ്ടാവും. 50,000 ഓഫ് പോപ്പുലേഷൻ കവർ ചെയ്യുന്നതാണ് ഒരു PSC. ദെൻ മുതലിയാർ കമ്മിറ്റി 1962 മുതലിയാർ കമ്മിറ്റി. ദിസ് കമ്മിറ്റി നോൺ ആസ് ദ ഹെൽത്ത് സർവേ ആൻഡ് പ്ലാനിംഗ് കമ്മിറ്റി. മുതലിയാർ കമ്മിറ്റിയാണ് ഹെൽത്ത് സർവേ ആൻഡ് പ്ലാനിംഗ് കമ്മിറ്റി, ഹെഡഡ് ബൈ ഡോക്ടർ AR മുതലിയാർ. 1962 മുതലിയാർ കമ്മിറ്റി Health Survey and Planning Committee. Then Bohr Committee submitted report in 1946. Health Survey and Development Committee. Bohr Committee report submit ചെയ്തത് 1946 Health Survey and Development Committee Bohr Committee. Chadha Committee 1963 Chadha Committee 1963 MS Chadha. Then the Director General of Health Services to advise about necessary arrangements for the maintenance phase of National Malaria Eradication Program. But necessary arrangements ചെയ്തു. നാഷണൽ മലേറിയ എറഡിക്കേഷൻ പ്രോഗ്രാമിനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത കമ്മിറ്റി ആണെന്ന് ചോദിച്ചാൽ ചാദ കമ്മിറ്റിയാണ്. മലേറിയ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കമ്മിറ്റിയാണ് ചാദ കമ്മിറ്റി. 1963 ചാദ കമ്മിറ്റി
Then Janganwala Committee 1967 Janganwala Committee. This committee is known as the Committee on Integration of Health Service. Janganwala Committee 1961 is known as Committee on Integration of Health Service. Committee on Integration of Health Service ഏതാണ്? Janganwala Committee ആണ് 1967. ഓരോ കമ്മിറ്റിക്കും ഓരോ പ്രത്യേകതയുണ്ട്. The Committee on Integration of Health Service is called Janganwala Committee. The Committee of Health Survey and Development Committee is Bohr Committee. The Committee on Health Survey and Planning Committee is Mudaliar Committee. Multi-Purpose Workers Committee ആണ് Kartar Singh Committee. The Mukherjee Committee headed by the then Secretary of Health Sri Mukherjee was appointed to review the performance in the area of family planning. 1966. ഫാമിലി പ്ലാനിങ്ങിനെ റിവ്യൂ ചെയ്യാൻ ഉള്ള കമ്മിറ്റിയാണ് മുഖർജി കമ്മിറ്റി. 1966 ഫാമിലി പ്ലാനിങ്ങിൽ കൂടാതെ ലെപ്രസി, ട്രക്കോമ തുടങ്ങിയ അസുഖങ്ങളെയും റിവ്യൂ ചെയ്യുന്നുണ്ട്. മുഖർജി കമ്മിറ്റിയിലുള്ളതാണ് ഫാമിലി പ്ലാനിങ്, ലെപ്രസി, ട്രക്കോമ. മുഖർജി കമ്മിറ്റി ഡെവലപ്പ് ചെയ്ത വർഷമാണ് 1966. Then Srivastav Committee 1975 ആണ്. Srivastav Committee 1975 ആണ്. This committee was set up in 1974. ഇപ്പൊ സെറ്റപ്പ് ചെയ്യുന്നത് 1974 കമ്മിറ്റി നമ്മൾ എക്സാമിന് ചോദിക്കാൻ 1975 ആണ് ശ്രീവാസ്തവ് കമ്മിറ്റി. ഗ്രൂപ്പ് ഓൺ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സപ്പോർട്ട് മാൻ പവർ. ഇപ്പൊ ശ്രീവാസ്തവ് കമ്മിറ്റിയുടെ മെയിൻ എയിം എന്താണ്? ടു സപ്പോർട്ട് ഗ്രൂപ്പ് ഓൺ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് മാൻ പവർ. അപ്പൊ ശ്രീവാസ്തവ് കമ്മിറ്റി 1975 ഗ്രൂപ്പ് ഓൺ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സപ്പോർട്ട് മാൻ പവർ. Then causative organism of rabies is Lissa virus type 1. Causative organism of rabies എന്ന് പറയുമ്പോൾ ലിസ വൈറസ് ടൈപ്പ് 1 ആണ്. നമ്മുടെ ബ്രെയിനിലെ ന്യൂറോണില് നെഗ്രി ബോഡീസ് ഫൗണ്ട് ചെയ്യുന്നുണ്ട്, കാണപ്പെടുന്നുണ്ട്. ലിസ വൈറസിന്റെ ഇൻഫെക്ഷൻ മൂലം റാബീസിൽ ഉണ്ടാകുന്നതാണ് നെഗ്രി ബോഡീസ് ഇൻ ന്യൂറോണൽ ഏരിയ ഓഫ് ബ്രെയിൻ. അപ്പൊ നെഗ്രി ബോഡീസ് കാണപ്പെടുന്നതാണ് റാബീസിൽ. വൈറസിന്റെ പേരാണ് ലിസ വൈറസ് ടൈപ്പ് 1. That is a deadly virus spread to people from saliva of infected animals. Next point, TB is a disease frequently encountered in the low socio-economic group and hence called barometer of social welfare. TB കാരണം ബാരോമീറ്റർ എന്ന് വിളിക്കാൻ കാരണം, ബാരോമീറ്റർ ഓഫ് സോഷ്യൽ വെൽഫെയർ എന്ന് വിളിക്കാൻ കാരണം ലോ സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പിൽ കാണപ്പെടുന്ന ഒരു അസുഖം ആയതുകൊണ്ടാണ്. TB was called the white plague due to the paleness of the patients. വൈറ്റ് പ്ലേഗ് ഏതാണ്? TB ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡെർമിയോളജി ആണ് ചെന്നൈയിലുള്ളത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡെർമിയോളജി എവിടെയാണ്? ചെന്നൈയിലാണ്. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൌവിലാണ്. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൌവിലാണ്. നെക്സ്റ്റ് സ്ലൈഡ്. മിനിമം നമ്പർ ഓഫ് ബെഡ് റിക്വയർഡ് ഫോർ സെറ്റപ്പ് ഓഫ് CHC 30 ബെഡ് ആണ്. ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ സെറ്റപ്പ് ചെയ്യാൻ നമുക്ക് 30 ബെഡ് ആവശ്യമാണ്. 30 ബെഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. അതുപോലെ പ്രൈമറി ഹെൽത്ത് സെന്റർ ആകുമ്പോൾ 6 ബെഡ്സ് ആണ്. പ്രൈമറി ഹെൽത്ത് സെന്റർ 6 ബെഡ്സ് ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഹൈദരാബാദിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ്? ഹൈദരാബാദിലാണ്. മേജർ കോസ് ഓഫ് ബ്ലൈൻഡ്നസ് ഇൻ ഇന്ത്യ കാറ്ററാക്ട്. മേജർ കോസ് ഓഫ് ബ്ലൈൻഡ്നസ് ഇൻ ഇന്ത്യ കാറ്ററാക്ട്. മോസ്റ്റ് എഫക്റ്റീവ് പൊട്ടന്റ് ആന്റി ട്യൂബുക്കുലർ ഡ്രഗ് റിഫാംബിസിൻ. മോസ്റ്റ് എഫക്റ്റീവ് TB ഡ്രഗ് ഏതാണെന്ന് ചോദിച്ചാൽ റിഫാംബിസിൻ ആണ്. പൊട്ടന്റ് എന്ന് പറയുമ്പോൾ എഫക്റ്റീവ് ആണ്. മോസ്റ്റ് പൊട്ടന്റ് ആന്റി ട്യൂബുക്കുലർ ഡ്രഗ് ഏതാണ്? റിഫാംബിസിൻ ആണ്. ഓൾസോ നോൺ ആസ് റിഫാംബിൻ. മോസ്റ്റ് എഫക്റ്റീവ് ആന്റി ട്യൂബുക്കുലർ ഡ്രഗ് റിഫാംബിസിൻ അല്ലെങ്കിൽ റിഫാംബിൻ ആണ്. ഫസ്റ്റ് ഡ്രഗ് യൂസ്ഡ് ടു ട്രീറ്റ് TB ഈസ് സ്ട്രെപ്റ്റോമൈസിൻ. TB ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഫസ്റ്റ് ഡ്രഗ് ഏതാണെന്ന് ചോദിച്ചാൽ സ്ട്രെപ്റ്റോമൈസിൻ ആണ്. സ്ട്രെപ്റ്റോമൈസിൻ ആണ് ഫസ്റ്റ് TB ഡ്രഗ്. അപ്പൊ ഇത്രയുള്ള ഈ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 30 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു പോയി.